സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ ഏറ്റ് 2 മരണം സംഭവിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞത്തൊരു ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിലമേൽ സ്വദേശികളായ അസ്മ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ഷാജിയുടെ ഭാര്യ സജീന ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇപ്പോഴും ഈ ഷവർമ കഴിച്ച് മരിക്കൽ എന്തുകൊണ്ടാണ്? ഈ ഒരു ഫുഡ് പോയ്സണിങ് എന്നുള്ളൊരു സംഗതി അത് കഴിക്കുന്നവരുടെ അറിവില്ലായ്മയാണോ, കൊടുക്കുന്നവരുടെ ഈ അത്യാർത്തി മൂലമുള്ള പഴകിയ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണോ? ഇപ്പോഴും ഇത് പറയുമ്പോഴും ശ്യാം, നമുക്ക് ശിവദാസിലേക്ക് പോകും. പക്ഷെ പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു റെയ്ഡ് നാടകങ്ങളൊക്കെ നമുക്ക് കാണാം, പരിശോധന കാണാം, ഒരു ലിസ്റ്റ് വരും. പക്ഷെ 3-ാം പക്കം അവർ ചിരിച്ചുകൊണ്ട് തുറക്കുകയാണ്. അവർക്കിതൊക്കെ പതിവ് സംഗതിയാണ്. അതിനെന്താ, അടുത്ത ഒരു ദിവസത്തെ കച്ചവടം 2 ദിവസത്തെ കച്ചവടം മതിയല്ലോ ഈ മുടങ്ങിയതിൻ്റെ ലാഭവും അതിന് മേലുള്ള ലാഭവും പിഴയടയ്ക്കേണ്ടി വന്നാൽ അതും. അപ്പം ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥിരമായി അടച്ചു പൂട്ടുകയും അത് ബോധ്യപ്പെടുത്താനുള്ള അവസരം നൽകി വൃത്തിയാക്കി വീണ്ടും പൊതുജന സമക്ഷത്തിൽ, പൊതുജന സാന്നിധ്യത്തിൽ കോർപ്പറേഷനെങ്കിൽ കോർപ്പറേഷൻ, തദ്ദേശ സ്ഥാപനം, ഹെൽത്ത് അധികൃതരുടെ മുന്നിൽ, ഫുഡ് സേഫ്റ്റി അധികൃതരുടെ മുന്നിൽ ഇത് സാക്ഷ്യപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് വരെയും ഇവരുടെയൊക്കെ പേരുകൾ പരസ്യപ്പെടുത്തുന്നത് ആർത്തിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ജീവൻ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. ഇത് അബദ്ധങ്ങൾ പലപ്പോഴും പറ്റാം, അപകടം പറ്റാം, ചികിത്സയിൽ പിഴവ് പറ്റാം. പക്ഷേ ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ പഴകിയ ഭക്ഷണം ആർത്തിക്ക് വേണ്ടി അല്ലെങ്കിൽ കൊളലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് ശരി. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നും എനിക്കറിയില്ല. എന്തായാലും ശിവദാസിലേക്ക് തീർച്ചയായും ശിവദാസ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. ഈ ഹോട്ടൽ പൂട്ടിച്ചിട്ടുണ്ട് പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ശ്രീ പ്രദീപ് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടു, പിന്നീട് എല്ലാം പഴയ കഥ തന്നെ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് ചെയ്തത്? ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ കുടുംബം വിഴിഞ്ഞത്തെ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. അതിനുശേഷം അവർ തിരിച്ചു പോകുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. പിന്നീട് പാരിപ്പള്ളി ആശുപത്രിയിൽ അവർ ചികിത്സ തേടി. പിന്നീട് ഇവർ 2 പേർക്ക് ഗുരുതരമായ സാഹചര്യം എത്തി. അതിൽ 2 പേർ പിന്നീട് തുടർന്ന് മരണപ്പെടുകയും ചെയ്തു. നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, അവരുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഷാജിയുടെ ഭാര്യയും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇങ്ങനെ 3 പേർക്കാണ് ഈ ഭക്ഷണം കഴിച്ച ഇതിൻ്റെ അസ്വസ്ഥത അനുഭവപ്പെട്ടതും 2 പേർ ആ സംഭവത്തിൽ മരിക്കുകയും ചെയ്തത്. 6 പേർ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വിഴിഞ്ഞത്തെ ഒരു ഹോട്ടലിൽ നിന്ന്, അസ്മാർക്ക് എന്ന ഹോട്ടലിൽ നിന്നും ആണ് ഇവർ ഭക്ഷണം കഴിച്ചത്. രാത്രി ഏകദേശം 1 മണിയോടുകൂടിയാണ് ഇവർ ഈ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതായി കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ കുടുംബം ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധയായിട്ടാണ് മരണം എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഒരാൾ മരിച്ചത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും, മറ്റൊരാൾ മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുമാണ്. ഇപ്പോൾ ചികിത്സയിലുള്ളത്, ഈ ഷാജിയുടെ ഭാര്യ ചികിത്സയിലുള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവരുടെ നില ഇപ്പോൾ ഗുരുതരമായി തന്നെ തുടരുകയാണ്. പക്ഷേ മറ്റ് 3 പേർക്കും കാര്യമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അതായത് 6 പേരാണ് ഈ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത്. ബാക്കിയുള്ള 3 പേർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നിലവിൽ ഈ ഹോട്ടൽ ഇപ്പോൾ പോലീസ് എത്തി അത് പൂട്ടിച്ചിട്ടുണ്ട്. പ്രദീപുള്ള ശ്യാം. റൈറ്റ്. എന്തായാലും ഈ ഒരു പൂട്ടൽ കൊണ്ട് ഈ നടപടി അവസാനിക്കില്ല എന്ന് നമുക്ക് കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ സവിശേഷമായ ഒന്നായി നമ്മൾ കാണുന്നത്, ഇത്രയും പവിത്രമായ ഒരു കാര്യമായി കാണുന്ന അന്നദാനമാണ്. അന്നം നൽകുക എന്നുള്ളത്. അതിൽ വിഷം നൽകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പാപം വേറൊന്നും. കൊലപാതകത്തിന് തുല്യം, കോൾഡ് ബ്ലഡഡ് മർഡർ എന്നൊക്കെ ഇവർ പറയുന്നതിന് തുല്യം തന്നെയല്ലേ അത്?